നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി സയൻസിലെ കുറച്ച് MCQs ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ നമ്മൾ ഡയറി സയൻസ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ ആദ്യത്തെ ചോദ്യം വരുന്നത് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി തമിഴ്നാടു. കറക്റ്റ് ആൻസർ വരുന്നത് ഉത്തർപ്രദേശ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗുജറാത്ത് ആണോ അങ്ങനെയൊക്കെ ചിന്തിക്കും, കാരണം നമ്മൾ മിൽക്കുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് ഗുജറാത്ത് ആണ് അല്ലേ. പക്ഷേ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ UP ആണ്, ഉത്തർപ്രദേശ് ആണ്. ഏകദേശം ഇന്ത്യയുടെ ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷന്റെ 17.6% മിൽക്ക് പ്രൊഡക്ഷനും നടത്തുന്നത് ആരാണ്? ഉത്തർപ്രദേശുകാരാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓർക്കുക, ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. അറൌണ്ട് 17.6% അല്ലെങ്കിൽ 18% എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിലുള്ളത്. അപ്പം അത്രയും ടോട്ടൽ ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷന്റെ ഒരു ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഉത്തർപ്രദേശുകാരാണ്. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡയറി സയൻസ് പഠിക്കും അല്ലെ, എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ഷീര കർഷകരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ കോപ്പറേറ്റീവ് യൂണിറ്റുകൾ, അത് വില്ലേജ് അടിസ്ഥാനത്തിൽ, ഡിസ്ട്രിക്ട് അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് നമ്മളുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഇത്രത്തോളം വിപുലീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല മൂവ്മെന്റ്സിലും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. സോ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ആനന്ദ് ഭാജിയോ, ഓപ്ഷൻ സി മൊറാർജി ദേശായി, ഓപ്ഷൻ ഡി ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ. കറക്റ്റ് ആൻസർ വരുന്നത് ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേൽ ആണ്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വെന്യൂ ആൻഡ് ഡേറ്റ് ഫോർ IDF വേൾഡ് ഡയറി സബ്മിറ്റ് 2025. അപ്പോൾ എന്താണ് ഈ IDF വേൾഡ് ഡയറി സബ്മിറ്റ് 2025 എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ആണ് IDF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ഇവരുടെ വേൾഡ് ഡയറി സബ്മിറ്റ് ഈ വർഷം, അതായത് 2025 എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതൊരു 24ലോ 23ലോ നടന്നത് എന്താണ്, അതിന്റെ സ്ലോഗൻ എന്താണ് എന്നൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ റീസെന്റ് ആണ് നടന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് IDFന്റെ വേൾഡ് ഡയറി സബ്മിറ്റ് 2025 എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ ജൂൺ 15 to 18 USA ഓപ്ഷൻ ബി November 26 to 30 കാനഡ, ഓപ്ഷൻ സി October 20 to 23 സാന്റിയാഗോ, ഓപ്ഷൻ ഡി January 17 to 20 ന്യൂഡൽഹി. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് October 20 to 23 ആണ്. സാന്റിയാഗോ എവിടെയാണ്? ചില്ലിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചത്തെ പത്രം വായിച്ചവർക്ക് തന്നെ അറിയാമായിരിക്കും, കാരണം എന്താണ്, ഒക്ടോബർ ആണല്ലേ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ October 20 to 23 ആണ് സാന്റിയാഗോ ചില്ലിയിൽ വെച്ചിട്ടാണ് നമ്മുടെ IDFന്റെ, അതായത് ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ വേൾഡ് ഡയറി സബ്മിറ്റ് നടന്നത്. ഇനി ഇതിന്റെ സ്ലോഗൻ എന്താണ്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വഴിയെ കാണും. ഓക്കെ, അപ്പൊ ഇതൊരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാരണം നമ്മളുടെ സിലബസ് വളരെ ക്രിസ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഏത് സ്റ്റേറ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പേഴ്സണാലിറ്റീസ് ആണ് നമ്മുടെ ഡയറി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഏത് വർഷമാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് വന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡയറി മൂവ്മെന്റ്സ് വന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ റീസെന്റ് ഡയറി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, മിൽമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ വേൾഡ് ഡയറി സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചിലപ്പം 1-2 മാർക്കിനും വരാം. അപ്പൊ ഇങ്ങനത്തെ അപ്ഡേറ്റഡ് ആയിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു പോകുക. നമ്മുടെ സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനോടൊപ്പം ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സും കൂടെ നിങ്ങൾ ആഡ് ഓൺ ഒരു ബോണസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ,
അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹോമോജനൈസേഷൻ ഓഫ് മിൽക്ക് പ്രോസസ്സിംഗ്. അപ്പൊ മിൽക്ക് പ്രോസസ്സിംഗിൽ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടു കിൽ ദ ബാക്ടീരിയ, ഓപ്ഷൻ ബി ടു സെപ്പറേറ്റ് ക്രീം, ഓപ്ഷൻ സി ടു സ്റ്റാൻഡർഡൈസ് ഫാറ്റ് കണ്ടന്റ് ആൻഡ് ഓപ്ഷൻ ഡി ടു ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഗ്ലോബ്യൂൾസ്. അപ്പൊ ഹോമോജനൈസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തുണ്ട്? ഹോമോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരേപോലെ. ഹോമോ ഒരേപോലെ, ഹെറ്ററോ എന്ന് പറയുമ്പോഴാണ് ഡിഫറെന്റ്, ഹോമോ എന്ന് പറയുമ്പോൾ ഒരേപോലെ. അപ്പൊ ഹോമോജനൈസേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ, അതായത് നമ്മുടെ പാലിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിനകത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് കുറച്ച് ലാർജ് സൈസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ ഈ ഒരു ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ എന്താണ് ഹോമോജനൈസ് ചെയ്യുക, ഒരേപോലെ ആക്കുക. അപ്പം വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരേപോലെ ആക്കുക, ഹോമോജനൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? മിൽക്കിൽ നിന്ന് മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ബട്ടർ, ചീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മിൽക്ക് പല സ്റ്റാൻഡേർഡിൽ കൊടുക്കുന്നതല്ലേ, ഇപ്പൊ ടോൺഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഹോമോജനൈസേഷൻ അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ, ആ ഒരു വാക്ക് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഹോമോജനൈസേഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോമോജനൈസേഷൻ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മിൽക്ക് പ്രോസസ്സിംഗിൽ ഹോമോജനൈസേഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. What is the term for the process of removing fat from milk? പാലിൽ നിന്ന് ഫാറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയയെ എന്താണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹോമോജനൈസേഷൻ, ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ, ഓപ്ഷൻ സി സ്റ്റാൻഡർഡൈസേഷൻ, ഓപ്ഷൻ ഡി സ്കിമ്മിങ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു വേണ്ടിസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്, ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്നാൽ ചോദിച്ചിരിക്കുന്നത് ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് സ്കിമ്മിങ്. നമ്മൾ സ്കിംഡ് മിൽക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് പാലിൽ സ്വതസിദ്ധമായിട്ട് അതിനകത്ത് എന്തുണ്ടാകും? ഫാറ്റ് കണ്ടന്റ്. അപ്പൊ ആ ഫാറ്റ് കണ്ടന്റിനെ റിമൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ വളരെ രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് മിൽക്കിനാണ് നമ്മൾ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രക്രിയയെ, അതായത് ഫാറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയ നമ്മൾ എന്ത് പറയുന്നു? സ്കിമ്മിങ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഹോമോജനൈസേഷൻ പഠിച്ചു, സ്കിമ്മിങ് പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അപ്പൊ ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഇനി മിൽക്ക് പ്രോസസ്സിംഗ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, അതിന്റെ പ്രാധാന്യം പഠിക്കും. പക്ഷെ ഇങ്ങനത്തെ ടേംസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് which enzyme is used to coagulate milk in cheese production? ചീസ് പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് എൻസൈമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിപ്പേസ്, ഓപ്ഷൻ ബി പ്രോട്ടിയേസ്, ഓപ്ഷൻ സി റെന്നറ്റ്, ഓപ്ഷൻ ഡി ലാക്ടേസ്. കറക്റ്റ് ആൻസർ വരുന്നത്, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ലാക്ടേസ്, ലാക്ടോസ് അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരു ബേസിക് അറിയാവുന്ന ഒരാളെന്ന് ലാക്ടോസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പം അതിന് ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ലാക്ടേസ് എന്ന് നമ്മൾ ചിന്തിക്കാം, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, ചീസ് പ്രൊഡക്ഷന്റെ സമയത്ത് മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? അത് ലാക്ടേസ് അല്ല, റെന്നറ്റ് ആണ്. ഓർക്കുക, റെന്നറ്റ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മുടെ മിൽക്ക് കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ചീസ് പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ റെന്നറ്റ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് റെന്നറ്റ് എന്ന് പറയുന്ന എൻസൈം നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഇസ് കോമൺലി യൂസ്ഡ് ഇൻ യോഗർട്ട് പ്രൊഡക്ഷൻ? യോഗർട്ടിന്റെ പ്രൊഡക്ഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്ന ബാക്ടീരിയയിൽ ഏത് ബാക്ടീരിയയാണ് യോഗർട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. യോഗർട്ട് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ് എന്ന്. അപ്പൊ ഓപ്ഷൻ എ ലാക്ടോകോക്കസ് ലാക്ടിസ്, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, ഓപ്ഷൻ സി എസ്കറിച്ചിയ കോളെ അഥവാ നമ്മുടെ ഈക്കോളെ, ഓപ്ഷൻ ഡി ബാസിലസ് സബ്റ്റിലിസ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് ആണ്. എന്നാൽ ഈ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് ഒറ്റയ്ക്കാണോ യോഗർട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? അല്ല. നമ്മൾ യോഗർട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു മിക്സ്ഡ് കൾച്ചറാണ് ഉപയോഗിക്കുന്നത്. അതായത് അതിനകത്ത് 2 ബാക്ടീരിയ നിർബന്ധമായും വേണം, കൂട്ടത്തിൽ വേണമെങ്കിൽ ചില പ്രീബയോട്ടിക് ബാക്ടീരിയാസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ആ ഒരു യോഗർട്ട് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട ബാക്ടീരിയാസ് ആണ്.
ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസ്. പിന്നെ വരുന്നത് ആരാണ്? ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസും ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസും ഇതിന്റെ ഒരു മിക്സ്ഡ് കൾച്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യോഗർട്ട് പ്രൊഡക്ഷൻ നടത്തുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം ഈ രണ്ട് ബാക്ടീരിയയുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ പേരായിരിക്കാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പേരുകളും നിങ്ങൾക്ക് സുപരിചിതമായിരിക്കണം. ഇത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ, അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ മുതലായ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് PS ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഓർക്കുക, യോഗർട്ട് പ്രൊഡക്ഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മിക്സ്ഡ് കൾച്ചർ ഓഫ് ബാക്ടീരിയ ആണ്. അതിനകത്ത് ഒരാൾ ആരാണ്? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസ്. അതിന്റെ കൂടെ ആ കൾച്ചറിന്റെ മിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ബാക്ടീരിയ ആണ് ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസും ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മിക്സ്ചർ ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? യോഗർട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എടുത്തെടുത്ത് പറയുന്നത്. എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫില്ലസ്, അതുപോലെ തന്നെ ലാക്ടോബാസില്ലസ് ബൾഗാരിക്കസ്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയറി പ്രൊഡക്റ്റ് ഇസ് മെയ്ഡ് ബൈ ചേണിംഗ് ക്രീം? ക്രീമിനെ ചേൺ ചെയ്ത് നമ്മൾക്ക് ഏത് ഒരു ഡയറി പ്രോഡക്റ്റ് ആണ് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബട്ടർ, ഓപ്ഷൻ ബി ചീസ്, ഓപ്ഷൻ സി യോഗർട്ട്, ഓപ്ഷൻ ഡി ഐസ്ക്രീം. അപ്പോ ഈ ചേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വരുമ്പോഴേ നിങ്ങൾ ഓർക്കുക, എന്താണ്? ബട്ടർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോ മിൽക്കിനെ അല്ലെങ്കിൽ ക്രീമിനെ ചേൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബട്ടർ ആണ്. അപ്പോൾ ബട്ടർ പ്രൊഡക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ബട്ടർ മിൽക്കും കിട്ടും. അപ്പോൾ ബട്ടർ ആണ് എന്ത്? ക്രീമിനെ ചേൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബട്ടർ. ഓക്കെ, ബട്ടറിനെ കുറിച്ച്, അതിന്റെ ഫാറ്റ് കണ്ടന്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ബട്ടറിനെ കുറിച്ച് പഠിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ചേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വഴി നമുക്ക് എന്തിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? ബട്ടറിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ലോഗൻ ഫോർ IDF വേൾഡ് ഡയറി സബ്മിറ്റ് 2025. അപ്പൊ IDF വേൾഡ് ഡയറി സബ്മിറ്റ് 2025മായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ലോഗൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോ 2025 റീസെന്റ് ആണ്. നമ്മൾ പറഞ്ഞു എവിടെയാണ് നടന്നതെന്ന് പറഞ്ഞു. ചിലിയിലെ സാന്റിയാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ വേൾഡ് ഡയറി സബ്മിറ്റ് 2025 നടന്നതെന്ന് പറഞ്ഞു. എപ്പോഴായിരുന്നു? October 20 to 23 എന്ന് പറഞ്ഞു. ഇപ്പോ കഴിഞ്ഞതേ ഉള്ളു അല്ലെ? October 20 to 23 ആണെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞു കറണ്ട് അഫെയർ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? സ്ലോഗൻ. ഈ ഒരു IDF വേൾഡ് ഡയറി സബ്മിറ്റിന്റെ 2025 സ്ലോഗൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡയറി ഫോർ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്ത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഡയറി ഫോർ ന്യൂട്രീഷൻ ആൻഡ് ലൈവ്ലിഹുഡ്. ഓപ്ഷൻ സി, നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ്. ഓപ്ഷൻ ഡി, റെസിലിയന്റ് ഫ്യൂച്ചർ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ. എല്ലാം മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് അല്ലെങ്കിൽ മിൽക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനുകൾ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരാം. എന്നാൽ കറക്റ്റ് ആൻസർ വരുന്നത് നറിഷിംഗ് സസ്റ്റൈനബിൾ വേൾഡ് ആണ്. അപ്പൊ 2025 IDF ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷന്റെ വേൾഡ് ഡയറി സബ്മിറ്റ് 2025 സ്ലോഗൻ എന്ന് പറയുന്നത് നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ്. നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ്. നടന്നത് ചിലിയിലെ സാന്റിയാഗോയിലാണ്. ടൈം എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് എപ്പോഴായിരുന്നു? October 20 to 23 ആണ്. ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ അതിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ്. നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ് 2025 സ്ലോഗൻ ആണ് നറിഷിംഗ് എ സസ്റ്റൈനബിൾ വേൾഡ്. അപ്പൊ 2025 നിങ്ങൾ പഠിച്ച കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് 2024ന്റെ കാര്യങ്ങളും അതിന്റെ വെന്യൂ, ഡേറ്റ്, സ്ലോഗൻ എല്ലാം ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ചിലപ്പം ഒരു തൊട്ട് മുന്നത്തെ വർഷത്തെയും ചോദിക്കാം. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കാം. അപ്പൊ ഇങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിനും നിങ്ങൾ കുറച്ച് പ്രാധാന്യം നൽകണം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, the eyes or holes found in Swiss type cheese are formed by the growth of which type of bacteria? അപ്പൊ നിങ്ങൾ ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടില്ലേ, കാർട്ടൂൺ? അപ്പൊ അതിനകത്ത് നമ്മുടെ ജെറിക്ക് ഇഷ്ടമുള്ളൊരു ചീസില്ലേ, അപ്പൊ ആ ചീസിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് കാണാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വിസ് ചീസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ സോഫ്റ്റ് ചീസ് ഏതാണ്, ഹാർഡ് ചീസ് ഏതാണ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ
നമ്മുടെ ചോദ്യം ഇതാണ്, സ്വിസ് ചീസിൽ കാണുന്ന ഐസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹോൾസ്. ആ ഹോൾസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? അപ്പോൾ ഒരു ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കാരണമാണ് ഈ ഒരു ഐസ് അല്ലെങ്കിൽ ഹോൾസ് സ്വിസ് ചീസിൽ ഉണ്ടാവുന്നത്. അത് ഏത് ബാക്ടീരിയ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ്, ഓപ്ഷൻ സി പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണി, ഓപ്ഷൻ ഡി ലൂക്കനോസ്റ്റോക്ക്. അപ്പം പ്രൊപ്പിയോണി ബാക്ടീരിയമാണ് ഈ സ്വിസ് ചീസിലെ ഹോൾസിന് കാരണം. അപ്പൊ പ്രൊപ്പിയോണി ബാക്ടീരിയം എന്ന് ചിലപ്പോൾ ഓപ്ഷനിൽ കാണാം, അല്ലെങ്കിൽ പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണി, അതാണ് അതിന്റെ ഫുൾ നെയിം. അപ്പൊ ഈ പ്രൊപ്പിയോണി ബാക്ടീരിയം ആണ് ഈ ഐസ് അല്ലെങ്കിൽ ഹോൾസ് എവിടെയാണ്? സ്വിസ് ടൈപ്പ് ഓഫ് ചീസില് ഈ ഒരു ഹോൾസ് കാണപ്പെടാൻ. നമ്മൾ ജെറീനെ ആലോചിച്ചാൽ മതി, ജെറിയുടെ ചീസിന്റെ പീസ് അത് കാണാത്ത ആരും കാണുമല്ലോ. അപ്പൊ ആ ഹോൾസിന് കാരണം ആരാണ്? ഇനി ആ കാർട്ടൂൺ കാണുമ്പോഴും നിങ്ങൾ ഓർക്കണം, പ്രൊപ്പിയോണി ബാക്ടീരിയം ശർമാണിയാണ് ഈ ഹോൾസിന് കാരണക്കാരൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. The first milk produced by a cow immediately after calving, which is rich in antibodies, is called. അപ്പോ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞ് അതിനാദ്യം ഉണ്ടാകുന്ന പാലെന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല തിക്കായിരിക്കും, ഭയങ്കര ന്യൂട്രീഷൻ റിച്ച് ആയിരിക്കും, ആന്റിബോഡീസ് ഭയങ്കരമായിട്ട് അടങ്ങിയിട്ടുള്ള മിൽക്കായിരിക്കും. കാരണം ആ ഒരു പശുക്കിടാവിന് അത്രയും ന്യൂട്രീഷൻ ആവശ്യമുണ്ട്, അത്രയും പ്രതിരോധ ശേഷി ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പാല് എന്ന് പറയുന്നത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല, നമ്മൾ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ല. അത് ആ പശുക്കിടാവിനുള്ളതാണ് അല്ലെ. അപ്പൊ ആ പാലിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസിൽ മാത്രമല്ല ന്യൂട്രീഷൻ റിച്ച് ആയിരിക്കും ആ ഒരു ആ ഒരു പാലെന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ സ്കിം മിൽക്ക്, ഓപ്ഷൻ ബി ഹോൾ മിൽക്ക്, ഓപ്ഷൻ സി കൊളസ്ട്രം, ഓപ്ഷൻ ഡി സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. കറക്റ്റ് ആൻസർ വരുന്നത് കൊളസ്ട്രം ആണ്. അപ്പൊ കൊളസ്ട്രം എന്ന് പറയുന്നത് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞ് അതിനുണ്ടാവുന്ന ആദ്യത്തെ പാലാണ് അല്ലെ. ആദ്യത്തെ പാൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിച്ച് ഇൻ ന്യൂട്രീഷൻ, എസ്പെഷ്യലി റിച്ച് ഇൻ ആന്റിബോഡീസ്. ഓക്കെ, അതായത് ആ ഒരു പശുക്കിടാവിനുള്ള പ്രതിരോധ ശേഷി ലഭിക്കുന്നത് ഈ ഒരു കൊളസ്ട്രത്തിൽ നിന്നാണ്. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുന്ന ആ ഒരു പ്രതിരോധ ശേഷി ഈ കൊളസ്ട്രം വഴിയാണ്. അപ്പൊ കൊളസ്ട്രം എന്ന് പറയുന്നത് ഫസ്റ്റ് മിൽക്ക് ആണെന്ന് ഓർക്കണം. ഫസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രം ആണ്. അതുപോലെ തന്നെ റിച്ച് ഇൻ ആന്റിബോഡീസ്, അതും ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. ദ യെല്ലോയിഷ് കളർ ഓഫ് ദ മിൽക്ക് ഫാറ്റ് വിച്ച് ഇസ് പ്രൈമർലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. അപ്പം മിൽക്ക് ഫാറ്റിൽ അല്ലെങ്കിൽ ബട്ടറിനൊക്കെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവുമല്ലോ. ആ യെല്ലോയിഷ് കളറിന് കാരണമാകുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൈബോഫ്ലാവിൻ, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി കെരോട്ടിനോയിഡ്സ്, ഓപ്ഷൻ ഡി സാന്തോഫിൽസ്. കറക്റ്റ് ആൻസർ വരുന്നത് കെരോട്ടിനോയിഡ്സ് ആണ്. കെരോട്ടിനോയിഡ്സിന്റെ പ്രസൻസ് മൂലമാണ് ആ ഒരു പാലിന് യെല്ലോയിഷ് കളർ വരുന്നത്. പാലിന് യെല്ലോയിഷ് കളർ, ആ ഒരു പാല് അല്ലെങ്കിൽ ഫാറ്റിനൊക്കെ ഒരു ബട്ടറിനൊക്കെ ഒരു യെല്ലോയിഷ് കളർ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത് കെരോട്ടിനോയിഡ്സ് ആണ്. ഓക്കെ, കെരോട്ടിനോയിഡ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ മിൽക്ക് ഓഫ് ഓൾ മാമൽസ്? അപ്പൊ എല്ലാ മാമൽസിന്റെയും, എല്ലാ സസ്തനികളുടെയും പാലിന് അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിനകത്ത് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഏതാണ്? പാലെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്താ പറയുക? ലാക്ടോസ് അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ ഗ്ലൂക്കോസ് അല്ല, സുക്രോസ് അല്ല, ഫ്രക്ടോസ് അല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ലാക്ടോസ് ആണ്. മിൽക്കിനകത്തെ പ്രിൻസിപ്പൽ കാർബോഹൈഡ്രേറ്റ്, എല്ലാ സസ്തനികളുടെയും പാലിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്താണ്? ലാക്ടോസ് ആണ്. ഓക്കെ, ലാക്ടോസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പാലെന്ന് ഓർമ്മ വരും അല്ലെ. ഇനി അടുത്ത ചോദ്യം, വിച്ച് എൻസൈംസ് ഡിസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻഡെക്സ് ഓഫ് പ്രോപ്പർ പാസ്ചറൈസേഷൻ? അപ്പോൾ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാലിന് അടങ്ങിയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയനെയൊക്കെ കില്ല് ചെയ്യാനുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ. ലൂയിസ് പാസ്റ്റർ ആണ് ആ ഒരു പാസ്ചറൈസേഷൻ മെത്തഡ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പാസ്ചറൈസേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പാസ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ, അതിന്റെ ഓരോന്നിന്റെയും ടെമ്പറേച്ചർ, ഹോൾഡിംഗ് ടൈം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ചോദിച്ചിരിക്കുന്നത് പാസ്ചറൈസേഷൻ ശരിയായ രീതിയിൽ നടന്നോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ ഇതിൽ ഏത് എൻസൈമിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ഏത് എൻസൈമിന്റെ ഡിസ്ട്രക്ഷൻ ആണ് പ്രോപ്പർ പാസ്ചറൈസേഷന്റെ ഒരു ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിപ്പേസ്, ഓപ്ഷൻ ബി
കാറ്റലൈസ്, ഓപ്ഷൻ സി ലാക്ടോ പെറോക്സിഡേസ്, ഓപ്ഷൻ ഡി ഫോസ്ഫറ്റേസ്. അപ്പം ഇവിടെ ലാക്ടോസ് പെറോക്സിഡേസ് കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഇവനായിരിക്കാമെന്ന്. പക്ഷെ അല്ല, പാസ്ചറൈസേഷൻ കറക്റ്റ് ആയിട്ട് നടന്നോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് എൻസൈമിന്റെ ഡിസ്ട്രക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്? ഫോസ്ഫറ്റേസ് ആണ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈം ശരിയായ രീതിയിൽ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പ്രോപ്പറായ രീതിയിൽ പാസ്ചറൈസേഷൻ നടന്നു, നമ്മുടെ പാലിനകത്ത് അടങ്ങിയിട്ടുള്ള പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എല്ലാം നശിച്ചു പോയി, മിൽക്ക് പാസ്ചറൈസ്ഡ് ആണ്, അതായത് സേഫ് ഫോർ ഡ്രിങ്കിങ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇൻഡിക്കേറ്റർ ഫോർ പ്രോപ്പർ പാസ്ചറൈസേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണേ. ഇനി അടുത്ത ചോദ്യം, ദ മെയിൻ പ്രോട്ടീൻ ഇൻ മിൽക്ക് വിച്ച് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 80% ഓഫ് ടോട്ടൽ പ്രോട്ടീൻ. അപ്പൊ നമുക്കറിയാം പാലില് വെള്ളമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ടോട്ടൽ പ്രോട്ടീനിന്റെ, പാലെന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അല്ലെ, അപ്പൊ അതിന്റെ 80% വരുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാക്റ്റാൽബുമിൻ, ഓപ്ഷൻ ബി ലാക്ടോഗ്ലോബുലിൻ, ഓപ്ഷൻ സി ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഓപ്ഷൻ ഡി കെയ്സിൻ. പാലെന്ന് പറയുമ്പോഴേ നമ്മൾ പ്രോട്ടീൻ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം കെയ്സിൻ ആണ്. അപ്പോ മിൽക്കിന്റെ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. മിൽക്കിന്റെ കോമ്പോസിഷൻ, അതിനകത്ത് ഓരോ ഘടകങ്ങളും എത്ര % ആണ്, അതിനകത്ത് പ്രധാനപ്പെട്ട പ്രോട്ടീനുകൾ ഏതാണ്, പ്രധാനപ്പെട്ട ഫാറ്റ് ഏതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും, എത്രത്തോളം വാട്ടർ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിൽക്കിന്റെ ടോട്ടൽ കോമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഫാറ്റ് കണ്ടന്റ് എത്രയാണ്, SNF കണ്ടന്റ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മിൽക്ക് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളതുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും അധികം, അതായത് 80% പാലിലടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ്? കെയ്സിൻ ആണ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കോമ്പോസിഷൻ ഓഫ് മിൽക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. കെയ്സിൻ പ്രോട്ടീൻ ആണ് പാലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ. അടുത്ത ചോദ്യം, I too had a dream. ഇത് ആരുടെ ആത്മകഥയാണ്? I too had a dream is the autobiography of, ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ സി മൊറാർജി ദേശായി, ഓപ്ഷൻ ഡി ശ്രീ ത്രിഭുവൻദാസ് പട്ടേൽ. അപ്പോ ത്രിഭുവൻദാസ് പട്ടേലിനെ നമുക്ക് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ പരിചയപ്പെട്ടായിരുന്നു. ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ത്രിഭുവൻദാസ് പട്ടേൽ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ കൈറ ഡിസ്ട്രിക്റ്റ്, ഗുജറാത്തിലെ കൈറ ഡിസ്ട്രിക്റ്റില് കുറച്ച് മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഫാർമേഴ്സിനെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സംഘടിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ത്രിഭുവൻദാസ് പട്ടേലിന് നമ്മൾ എന്താണ്, ത്രിഭുവൻദാസ് പട്ടേലിന് നമ്മൾ ഓൾറെഡി പഠിച്ചു, പ്രീവിയസ് ക്വസ്റ്റ്യനിലാണ് പഠിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് I too had a dream എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണെന്നാണ്. അപ്പൊ പാലുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ത്രിഭുവൻദാസ് പട്ടേൽ വരാം, പക്ഷെ അദ്ദേഹമല്ല. പിന്നെ നമുക്ക് പാലുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാവുന്ന ഒരാളാണ്. ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ഒരു മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. ഓക്കെ, മലയാളിയാണ്, കോഴിക്കോടുകാരനാണ്. ഹി ഈസ് നോൺ ആസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. നമ്മളുടെ ഒരു ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷനെ ഇത്രയധികം മുന്നിലെത്തിക്കാൻ പ്രയത്നിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യൻ. ഇദ്ദേഹം ഒരു മലയാളിയാണെന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് I too had a dream. അപ്പൊ ഓർക്കുക, I too had a dream എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ത്രിഭുവൻദാസ് പട്ടേലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത്. പിന്നെ സർദാർ വല്ലഭായ് പട്ടേലും മൊറാർജി ദേശായും ഒക്കെ ഈ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റും അല്ലെങ്കിൽ ഈ മിൽക്ക് പ്രൊഡക്ഷന്, ഓപ്പറേഷൻ ഫ്ലഡ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല സജഷൻസ് ഒക്കെ തന്നിട്ടുള്ള ആ ഒരു റീസെന്റ് ഉണ്ടായിരുന്ന വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും മൊറാർജി ദേശായും. അവരെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഇവരെ ഓരോരുത്തരും ഇവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ പഠിക്കുന്നതാണ്. ഓക്കെ,
അപ്പൊ ഓർക്കുക, ഐ ടു ഹാഡ് എ ഡ്രീം, എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആരുടേതാണ്? നമ്മുടെ വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യന്റേതാണ്. ഹി ഈസ് നോൺ ആസ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. ഇദ്ദേഹം ഒരു മലയാളിയാണെന്ന് കൂടെ ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മിൽമ. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കൊച്ചിൻ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി തൃശൂർ. കറക്റ്റ് ആൻസർ വരുന്നത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? നമ്മുടെ പട്ടത്താണ് അല്ലെ. അപ്പൊ പട്ടം, തിരുവനന്തപുരം പട്ടത്താണ് എന്ത്? നമ്മുടെ മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇത് കൂടാതെ മിൽമയ്ക്ക് റീജിയണൽ ഓഫീസുകളുണ്ട്. എവിടെയൊക്കെയാണ്? തിരുവനന്തപുരത്ത്, അതുപോലെ എറണാകുളത്ത്, അതുപോലെ കോഴിക്കോടൊക്കെ, അതായത് മലബാർ ഏരിയയിലൊക്കെ എന്താണ് മിൽമയ്ക്ക് റീജിയണൽ ഓഫീസുകളുണ്ട്. അപ്പം ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കണം തിരുവനന്തപുരമാണ്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മിൽമയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള റീസെന്റ് എന്തെങ്കിലുമൊക്കെ ന്യൂസസ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം കറണ്ട് അഫയേഴ്സിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം നോക്കൂ, the scientific method used globally to determine the fat content in milk, known as the Gerber method, was invented by which personality? അപ്പോ ജെർബർ മെത്തേഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ജെർബർ മെത്തേഡ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? നിക്കോളാസ് ജെർബർ എന്ന് പറയുന്ന പേര് കാണുമ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ടും ഈസിലി നമുക്ക് എന്താണ് കുത്താൻ പറ്റുന്ന ഒരു ഉത്തരവാണ്. അപ്പം ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ ഉണ്ടായിരുന്നു, ഓപ്ഷൻ ബി സ്റ്റീഫൻ ബാക്കോക്ക് ഉണ്ട്, ഓപ്ഷൻ സി ഡോക്ടർ നിക്കോളാസ് ജെർബർ, ഓപ്ഷൻ ഡി റോബർട്ട് കോച്ച്. കറക്റ്റ് ആൻസർ വരുന്നത് നിക്കോളാസ് ജെർബർ തന്നെയാണ്. കാരണം ജെർബർ മെത്തേഡ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അധികം കഷ്ടപ്പാടില്ല, നേരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബട്ട് ഇഫ് ഈ ഒരു ജെർബർ മെത്തേഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടില്ലെങ്കിലോ? The scientific method used globally to determine the fat content of milk. മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സയന്റിഫിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ് എന്ന് മാത്രമാണ് ചോദ്യമെങ്കിലും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം ആരാണ്? നിക്കോളാസ് ജെർബർ ആണ്. ഇദ്ദേഹം കൊണ്ടുവന്ന മെത്തേഡാണ് ജെർബർ മെത്തേഡ്. ജെർബർ മെത്തേഡ് എന്താണെന്ന് നമ്മൾ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്കിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സയന്റിഫിക് മെത്തേഡാണ് ജെർബർ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ്? ഡോക്ടർ നിക്കോളാസ് ജെർബർ ആണ്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ കുറെ മെത്തേഡുകളുണ്ട്, അതുപോലെ കുറച്ച് ഇൻസ്ട്രുമെന്റുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മിൽക്ക് ഈസ് ആൻ എമൽഷൻ ഓഫ് ദ ടൈപ്പ്. ഏത് തരത്തിലുള്ള എമൽഷൻ ആണ്? അപ്പൊ ഓർക്കണം, മിൽക്ക് എന്ന് പറയുന്നത് എമൽഷൻ ആണ്. ട്രൂ സൊല്യൂഷനോ കൊളോയിഡോ ഒന്നുമല്ല. മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു എമൽഷൻ ആണ്. ഇറ്റ് ഇസ് ഒരു ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ആണോ, അതോ വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ആണോ, അതോ ഓയിൽ ഇൻ ഓയിൽ എമൽഷൻ ആണോ, അതുമല്ല വാട്ടർ ഇൻ വാട്ടർ എമൽഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലേ? അപ്പൊ നമ്മൾ പാല് എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്? പാലിനകത്ത് കൂടുതലും എന്താണ്? വെള്ളമാണ് അല്ലെ, ലിക്വിഡ് ഫോമിലായിരിക്കും. എന്നാൽ അതിനകത്ത് എന്തുണ്ട്? ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിൽ എന്ന് ചിന്തിച്ചോ. അപ്പൊ ഫാറ്റ് കണ്ടന്റ് ഉണ്ട്, കുറച്ചല്ലേ, കുറച്ച് ഫാറ്റ് കണ്ടന്റ്, കൂടുതൽ വെള്ളം. അപ്പൊ എന്താണ്? ഓയിൽ ഇൻ വാട്ടർ, വാട്ടർ കൂടുതലാണ്. അപ്പം വാട്ടറിൽ ഓയിൽ അല്ലെങ്കിൽ വാട്ടറിൽ ഫാറ്റ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ ആണ് എന്ത്? നമ്മുടെ പാലെന്ന് പറയുന്നത്. മിൽക്ക് ഈസ് ആൻ ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ. ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ ഇൻ ഓയിൽ എന്ന് എഴുതരുത്, കാരണം വാട്ടർ കൂടുതലാണ് അല്ലെ, അതിൽ കുറച്ച് ഫാറ്റ് ആണുള്ളത്. അപ്പൊ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ എന്ന് ചിന്തിക്കുക. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഓഫ് എമൽഷൻ ആണ് മിൽക്ക്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. ദ പ്രോസസ് ടു ഇൻക്രീസ് വോളിയം കോസ്ഡ് ബൈ വിപ്പിംഗ് എയർ ഇൻ ടു ഐസ്ക്രീം മിക്സ് ഡ്യൂറിങ് ഫ്രീസിംഗ് ഈസ് കോൾഡ്. അപ്പോ ഐസ്ക്രീം മിക്സിലേക്ക് എയറിനെ വിപ്പ് ചെയ്തുകൊണ്ട് ഫ്രീസിങ്ങിന്റെ സമയത്ത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസറോ ഡയറി ഫാം ഇൻസ്ട്രക്ടറോ അങ്ങനെ ഏതോ ഒരു പോസ്റ്റിന് ചോദിച്ചിരുന്നു. അപ്പോൾ ഓർക്കുക, എന്താണ്? ഫ്രീസിങ്ങിന്റെ സമയത്ത് എന്താണ്? ഐസ്ക്രീം മിക്സിലേക്ക് എയറിനെ വിപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്. ഓപ്ഷൻ എ ഹോമോജനൈസേഷൻ, ഓപ്ഷൻ ബി ഏജിങ്, ഓപ്ഷൻ സി ഓവർ റൺ, ഓപ്ഷൻ ഡി ഹാർഡനിങ്. കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓവർ റൺ ആണ്. ഓവർ റൺ എന്ന് പറയുന്ന പ്രക്രിയയിലാണ് എന്ത് സംഭവിക്കുന്നത്?
വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? എയറിനെ വിപ്പ് ചെയ്യും, എയറിനെ ആഡ് ചെയ്യും. എന്തിലേക്ക്? ഐസ്ക്രീം മിക്സിലേക്ക്. എപ്പോൾ? ഡ്യൂറിങ് ഫ്രീസിങ്ങിന്റെ സമയത്ത് ഐസ്ക്രീം മിക്സിലേക്ക് എയറിനെ വിപ്പ് ചെയ്ത് കടത്തി വിടുകയും അതുവഴി അതിന്റെ വോളിയത്തിനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓവർ റൺ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഓവർ റൺ എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ ടേംസ് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? ഓപ്പറേഷൻ ഫ്ലഡ് നമ്മുടെ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രോഗ്രാമാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഡോക്ടർ വർഗീസ് കുര്യനാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1965, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1975, ഓപ്ഷൻ ഡി 1980. കറക്റ്റ് ആൻസർ വരുന്നത് 1970 ആണ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. 1970. ഇനി ഈ ഓപ്പറേഷൻ ഫ്ലഡ് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. 3 ഫേസ് ഉണ്ട്, അതിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്തത്, ഹൂ ഈസ് വൈഡ്ലി നോൺ ആസ് ദ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഓർ ദ ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്? അപ്പൊ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ MS സ്വാമിനാഥൻ. അല്ല, അദ്ദേഹം ആരായിരുന്നു? ഗ്രീൻ റവല്യൂഷന്റെ പിതാവാണ്. ഓപ്ഷൻ ബി വർഗീസ് കുര്യൻ, ഓപ്ഷൻ സി HM ഡാലായ, ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി. കറക്റ്റ് ആൻസർ നമുക്കറിയാം അല്ലെ, ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്തായിരുന്നു? I too had a dream. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. I too had a dream എന്നതാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ ഓട്ടോബയോഗ്രഫി. ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ് ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ. വർഗീസ് കുര്യൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ വാസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം? അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആരാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തുടങ്ങിയത്? ഓപ്ഷൻ എ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCI, ഓപ്ഷൻ ബി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അഥവാ ICAR, ഓപ്ഷൻ സി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അഥവാ NDDB, ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അപ്പെഡ. അപ്പോ ഇതിനകത്ത് ഈ 4 ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിപ്പം ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിനൊക്കെ ഈ അപ്പേഡ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ICAR, FCI ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനത്തെ സംഭവങ്ങൾ, നാഷണൽ പ്രോഗ്രാംസ്, ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോമുകൾ തന്നിട്ട് ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് എന്ത് ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ചെയ്തത്. ഏത് വർഷമായിരുന്നു? 1970 അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചു. 1970 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, നാഷണൽ മിൽക്ക് ഡേ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ June 15, ഓപ്ഷൻ ബി November 26, ഓപ്ഷൻ സി December 26, ഓപ്ഷൻ ഡി July 15. അപ്പോ നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് എന്നാണ്? November 26 ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് November 26 ആണ്. എന്തുകൊണ്ടാണ് November 26 നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ ഉണ്ടല്ലോ, നമ്മൾ തുടക്കം തൊട്ടേ പറയുന്ന ഒരു മിൽക്ക് റവല്യൂഷൻ അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഓഫ് ആരാണ്? വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണ് November 26. അതുകൊണ്ടാണ് അതിനെ നാഷണൽ മിൽക്ക് ഡേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നാഷണൽ മിൽക്ക് ഡേ ഓഫ് ഇന്ത്യ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഇതുണ്ട്. എന്താണ്? നാഷണൽ
നവംബറിനും എന്നുണ്ട്, നാഷണലിനും എന്നുണ്ട്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നവംബറിലാണെന്ന് ഓർത്തിരിക്കാൻ, നാഷണൽ മിൽക്ക് ഡേ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വേൾഡ് മിൽക്ക് ഡേ എന്നാണ്. വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 ജൂൺ 1. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർക്കുക, നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ പിറന്നാളായിട്ടുള്ള November 26 ആണ്. എന്നാൽ വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണൽ എൻ, നവംബർ എൻ. അപ്പൊ ആ ഒരു എൻ ബോണ്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നാഷണൽ മിൽക്ക് ഡേ എന്ന് പറയുന്നത് November 26 വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 അതുപോലെ തന്നെ ഓർക്കണം, ഈ November 26 എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേ ആണെന്ന്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, മിൽമ ഈസ് ആൾസോ നോൺ ആസ്. ഓപ്ഷൻ എ NDDB, ഓപ്ഷൻ ബി KCDMF, ഓപ്ഷൻ സി KCMMF, ഓപ്ഷൻ ഡി NPDB. ഇങ്ങനെ എന്താ ഷോർട്ട് ഫോംസ് മാത്രം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ലൗഞ്ചിങ്ങിനൊക്കെ സഹായിച്ച ഓർഗനൈസേഷനാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. പക്ഷെ മിൽമയുടെ മറ്റൊരു പേരെന്താണ്? അത് KCMMF ആണ്. KCMMF. അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തില് രൂപീകൃതമായ ഒരു ഒരു കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് നമ്മുടെ KCMMF എന്ന് പറയുന്നത്. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതിന്റെ ഒരു ബ്രാൻഡ് നെയിമാണ് മിൽമ എന്ന് പറയുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, തിരുവനന്തപുരത്താന്ന് പറഞ്ഞു. അപ്പൊ മിൽമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടും റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കറണ്ട് അഫയേഴ്സ് ഓർത്തിരിക്കുക. മിൽമ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഓർക്കുക, KCMMF ആണ് മിൽമ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള കോർപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, KCMMF. അതിന്റെ ബ്രാൻഡ് നെയിമാണ് മിൽമ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ഇപ്പോൾ കേരള PSC കൂടുതലും ആ ഒരു പഴയ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്ന് നമ്മൾ പാനിക് ആവും, അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് കരുതി ചിലർ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ആ ഒരു തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോന്നും എന്താണെന്ന് വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നോക്കിക്കേ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ജെർബർ മെത്തേഡ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഫോർ ഡിറ്റർമൈനിങ് ദ ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. അപ്പൊ മിൽക്കിന്റെയും ഡയറി പ്രൊഡക്ട്സിന്റെയും ഉള്ളിലുള്ള ഫാറ്റ് കണ്ടന്റിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് ജെർബർ മെത്തേഡ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പഠിച്ചു അല്ലെ. ജെർബർ മെത്തേഡ് നിക്കോളാസ് ജെർബർ ആണ് ഡെവലപ്പ് ചെയ്തത്. മിൽക്കിനകത്തെ ഫാറ്റ് കണ്ടന്റിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു സയന്റിഫിക് മെത്തേഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലെ, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഡോക്ടർ നിക്കോളാസ് ജെർബർ ഇൻ ദ ഏർലി 20th century. ഏർലി 20th centuryയിൽ ഡോക്ടർ നിക്കോളാസ് ജെർബർ ആണ് ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, a milk sample is mixed with sulfuric acid and amyl alcohol in a Gerber tube and the mixture is then centrifuged, causing the fat to separate and form a distinct layer. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമ്മൾ കേട്ടിട്ടില്ല. അത് അതിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. ഈ ജെർബർ മെത്തേഡ് എന്ന് പറയുന്നതിന്റെ പ്രൊസീജിയർ ആണ് പറയുന്നത്. അതായത് മിൽക്ക് സാമ്പിൾ എടുക്കുന്നു. മിൽക്ക് സാമ്പിളിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡും അമൈൽ ആൽക്കഹോളും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു ജെർബർ ട്യൂബിലാണ് എടുത്തിട്ടാണ് ഇതിനെ അമൈൽ ആൽക്കഹോളും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ആ ഒരു മിക്സ്ചറിനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂഗേഷൻ നടക്കുമ്പോൾ അവിടെ സെപ്പറേഷൻ ആണല്ലേ നടക്കുന്നത്, സെഡിമെന്റേഷൻ. അതിന്റെ ഇതിനനുസരിച്ച് ഗ്രാവിറ്റിയുടെ അനുസരിച്ച് അതിനെ സെഡിമെന്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സെപ്പറേഷൻ നടക്കുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലെയർ ഓഫ് ഫാറ്റ് ഫോം ചെയ്യുന്നു. അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ലെയർ ആയിട്ട് ഫോം ചെയ്യും.
അതാണ് ആ ഒരു ജെർബർ മെത്തേഡിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കണം എന്തൊക്കെയാണ്, സൾഫ്യൂരിക് ആസിഡും അമൈൽ ആൽക്കഹോളുമാണ് നമ്മൾ മിൽക്ക് സാമ്പിളിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രിഫിക്കേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലെയറിനെ കിട്ടുന്നു. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണേ? ഇനി the fat layer is measured using a calibrator scale on the Gerber tube. അപ്പൊ ജെർബർ ട്യൂബിൽ ഒരു കാലിബറേറ്റർ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കും, ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലെയർ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫാറ്റ് ലെയർ മെഷർ ചെയ്യും. ആൻഡ് പ്രൊവൈഡിങ് എ ഡയറക്റ്റ് റീഡിംഗ് ഓഫ് ദ ഫാറ്റ് പെർസെൻറ്റേജ്. അങ്ങനെ നമുക്ക് അതിന്റെ ഫാറ്റ് പെർസെൻറ്റേജിന്റെ ഒരു ഡയറക്റ്റ് റീഡിങ് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അത് അതിന്റെ റിസൾട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ജെർബർ മെത്തേഡ് എന്ന് പറയുന്നത് മിൽക്കിനകത്തും മിൽക്ക് പ്രോഡക്ട്സിലുമുള്ള ഫാറ്റ് കണ്ടന്റിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് ആരാണ്? ഡോക്ടർ നിക്കോളാസ് ജെർബർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, ഒരു ജെർബർ ട്യൂബ് എടുക്കുന്നു, മിൽക്ക് സാമ്പിളിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നു, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ അമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, നല്ല രീതിക്ക് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അപ്പം ഫാറ്റ് ലെയർ എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലെയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നു. ഈ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫാറ്റ് ലെയറിനെ നമ്മൾ ഈ ജെർബർ ട്യൂബിലല്ലേ കിട്ടുന്നത്. അപ്പൊ ആ ഡിസ്റ്റിങ്ക്റ്റ് ഇതിനെ നമ്മൾ എന്താണ്, ഒരു കാലിബറേറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അതിനെ മെഷർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അതിന്റെ ഫാറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതാണ് ജെർബർ മെത്തേഡിന്റെ എന്താണ് ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിന്റെ ഫൈൻഡിങ്സ്, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ റിസൾട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ജെർബർ മെത്തേഡ് മൊത്തത്തിൽ മനസ്സിലാവും. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ദ എബോവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചിലപ്പം ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എന്താണ് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓൾ ദ എബോവ് എന്ന ഓപ്ഷൻ കൊടുത്തത്. പക്ഷെ PSC അങ്ങനെ ചെയ്യണമെന്നില്ല. ചിലപ്പം 1 and 2 ആയിരിക്കാം, അല്ലെങ്കിൽ 2 and 3 ആയിരിക്കാം. അപ്പൊ നമ്മൾ ഒരു വലിയ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ പാർട്ടാക്കി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ പഠിച്ച തിയറിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ്, എളുപ്പത്തിൽ നമുക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ശരിയാണ്, നമ്മുടെ ഒരു വേഗമായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് കുത്തരുത്. നിങ്ങൾ അതിന്റെ തിയറി ബേസ് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ജെർബർ മെത്തേഡിന്റെ എല്ലാ പോയിന്റ്സും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പ്രീവിയസ് ഇയറിൽ നമ്മളുടെ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തസ്തികകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൂടാതെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെർമിനോളജീസും ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.